നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 3 നാളുകൾ മാത്രമേ ഉള്ളൂ. അതിനിടെയാണ് ബി.ജെ.പി. അട്ടിമറി നീക്കം നടത്തിയിരിക്കുന്നത്. തൃശൂരിൽ വോട്ടിനായി ബി.ജെ.പി. കിറ്റുകൾ നൽകിയെന്ന വാർത്ത വീണ്ടും ചർച്ചയാവുകയാണ്. ഇപ്പോൾ തൃശൂർ വെസ്റ്റ് പോലീസ് അട്ടിമറി നീക്കത്തിൽ കേസെടുത്തു കഴിഞ്ഞു. കിറ്റുകൾ ഓർഡർ ചെയ്ത ബി.ജെ.പി. നേതാവ് രാധാകൃഷ്ണനെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. ഇയാൾക്കെതിരെ ജനപ്രാതിനിധ്യം നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 900 രൂപ വിലയുള്ള 26 കിറ്റുകൾ ഒളരിയിലെ കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടി കഴിഞ്ഞു. 18 ഐറ്റം അടങ്ങിയ കിറ്റാണ് പിടികൂടിയത്. രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് സ്ത്രീകൾ കിറ്റ് വാങ്ങാൻ എത്തിയതെന്നും ആരോപണമുയരുന്നുണ്ട്. അതേസമയം പണവും മദ്യവും കിറ്റും നൽകി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നുവെന്ന് വി.എസ്. സുനിൽകുമാർ പ്രതികരിക്കുന്നുണ്ട്. ബി.ജെ.പി. 2024 നടത്തിയ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണ് നടന്നിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് മുതലാളിമാരെ സ്വാധീനിക്കുകയാണ്. പെട്ടിയിൽ പണവുമായാണ് കേന്ദ്ര നേതാക്കൾ വരുന്നതെന്നും വി.എസ്. സുനിൽകുമാർ ആരോപിക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ എന്നയാൾ പറഞ്ഞിട്ടാണ് വിഷുവിനായി തയ്യാറാക്കിയ കിറ്റ് എന്ന് പറഞ്ഞ് കടയുടമ ഇത് നൽകിയത്. 75 കിറ്റുകൾ തയ്യാറാക്കി വെച്ചതിൽ 50 എണ്ണം കൊണ്ടുപോയെന്നും കടയുടമ പറയുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു. വോട്ടിന് കിറ്റ് നൽകിയെന്നാരോപിച്ച് LDF ആയിരുന്നു പരാതി നൽകിയത്. ശിവരാമപുരം നഗറിലെ താമസക്കാർക്കാണ് സൂപ്പർ മാർക്കറ്റ് വഴി കിറ്റുകൾ നൽകിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ LDF നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ശേഷിക്കുന്ന കിറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ജനാധിപത്യത്തിന് പ്രാധാന്യം നൽകുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിലെ ചട്ടം ലംഘിച്ച് വോട്ടിന് കിറ്റ് നൽകിയ ബി.ജെ.പിയെ ജനങ്ങൾക്കറിയാം. നേരത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ബി.ജെ.പിക്ക് വേണ്ടി ഇതേ ഉന്നതിയിൽ വോട്ടിന് പണം നൽകിയെന്ന LDFന്റെ പരാതിയിൽ വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ജനങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകി ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബി.ജെ.പി. അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകുമെന്ന് LDF കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു എന്ന് തെളിയിക്കാൻ ഇത്തരം അട്ടിമറികളിലൂടെ വോട്ട് നേടി ചില സീറ്റുകളെങ്കിലും ജയമുറപ്പിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. സംസ്ഥാനത്ത് ഒരു മാറ്റം വരാൻ കാത്തിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ. പണത്തിലും മദ്യത്തിലും ഇത്തരം വിഷുക്കിറ്റിലും വോട്ട് നേടാമെന്ന് ബി.ജെ.പി. സ്വപ്നം കാണേണ്ടതില്ല. ബി.ജെ.പിയുടെ എല്ലാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവിടെ പൊട്ടിപ്പാളീസായിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ ബി.ജെ.പിക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്വാധീനത്തിൽ വിള്ളൽ വീഴ്ത്താനേ ഈ നീക്കത്തിലൂടെ സാധിക്കൂ എന്ന് ഉറപ്പാണ്.